Dear students, very good morning all. Once more all are welcome to Financial Accounting new video classroom. Second module issue of debentures different options are discuss ചെയ്തുകൊണ്ടിരുന്നത്. അതിൽ രണ്ട് ഓപ്ഷൻ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. That means issued for cash, then issued for consideration other than cash. Then third option ആയിട്ടുള്ളത് issue of debentures as collateral security എന്നുള്ളതാണ്. Issue of debentures as collateral security. ഡിബഞ്ചർ കൊളാറ്ററൽ സെക്യൂരിറ്റി ആയിട്ട് ബാങ്കിന് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന് ഇഷ്യൂ ചെയ്തു കൊടുക്കുന്നു. When a loan is taken from a bank or a financial institution, the company may issue its debentures as a collateral security. These debentures are issued as additional security for loan taken. ചില സന്ദർഭങ്ങളിൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ലോൺ എടുക്കുമ്പോൾ നമ്മൾ കൊടുത്തിട്ടുള്ള സെക്യൂരിറ്റി, ഏതൊരു ലോൺ എടുക്കുമ്പോഴും അതിനെന്ത് ചെയ്യണം, ഒരു ജാമ്യമായിട്ട് ഒരു സെക്യൂരിറ്റി കൊടുത്തിരിക്കണം. ഓക്കെ, ആ സെക്യൂരിറ്റീൻ്റെ വാല്യൂ നമ്മൾ എടുക്കുന്ന ലോൺ എമൗണ്ടിന് ഈക്വൽ അല്ലെങ്കിൽ ആ ഒരു സാഹചര്യങ്ങളിൽ ബാങ്ക് അഡീഷണൽ സെക്യൂരിറ്റി റിക്വസ്റ്റ് ചെയ്യും. അപ്പോൾ അത്തരം അഡീഷണൽ സെക്യൂരിറ്റി റിക്വസ്റ്റ് ചെയ്യുന്ന സമയത്ത് കമ്പനീസ് എന്ത് ചെയ്യുന്നു, ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്ത് കൊടുക്കുന്നു. അതായത് മറ്റേതെങ്കിലും അസറ്റോ അല്ലെങ്കിൽ ടൈറ്റിൽ ഡീഡോ അല്ലെങ്കിൽ സാലറി സർട്ടിഫിക്കറ്റോ മറ്റേതെങ്കിലും ഫിനാൻഷ്യൽ സപ്പോർട്ട് കൊടുക്കുന്നതിന് പകരമായി കമ്പനി എന്ത് ചെയ്യുന്നു, കമ്പനീൻ്റെ ഡിബഞ്ചർ ഈ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്, അതായത് ബാങ്കിങ് സെക്ടർക്ക് ഇഷ്യൂ ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു മെയിൻ സെക്യൂരിറ്റിക്ക് അഡീഷണൽ ആയിട്ട് കൊടുക്കുന്ന സെക്യൂരിറ്റിക്കാണ് നമ്മൾ എന്ത് പറയുക, കൊളാറ്ററൽ സെക്യൂരിറ്റി എന്ന് പറയാം. അപ്പോൾ ഒരു ഡിബഞ്ചർ കൊളാറ്ററൽ സെക്യൂരിറ്റി ആയിട്ട് ബാങ്ക് ഇഷ്യൂ ചെയ്ത് കൊടുക്കുന്നു. Thus, collateral security means additional or secondary security in addition to the main or principal security. നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, മെയിൻ സെക്യൂരിറ്റിക്ക് അഡീഷണൽ ആയിട്ട് അല്ലെങ്കിൽ ഒരു സെക്കൻഡറി ആയിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു ഡിബഞ്ചർ ഇഷ്യൂ സെക്യൂരിറ്റിക്കാണ് കൊളാറ്ററൽ സെക്യൂരിറ്റി എന്ന് ട്രീറ്റ് ചെയ്തു പോകും. അപ്പോൾ ഇനി എങ്ങനെയാണ് ഇതിന്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് വരുന്നത് എന്നുള്ളതാണ് നോക്കേണ്ടത്. Then there are two methods for dealing the debentures issued as collateral security. രണ്ട് മെത്തേഡ് ആണ് ഇതിനകത്തുള്ളത്. There are two methods. First option, there is no any entry for issue of debentures in the books. അപ്പോൾ ഇവിടെ ഈ ഒരു ഫസ്റ്റ് മെത്തേഡ് ആണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ no entry for issue is made in the books. അപ്പോൾ അവിടെ കമ്പനി എന്ത് ചെയ്യുന്നില്ല, ഇങ്ങനെ ഒരു സെക്കൻഡറി അല്ലെങ്കിൽ ഒരു കൊളാറ്ററൽ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് റെക്കോർഡ് ചെയ്യപ്പെടുന്നില്ല. The loan is shown under the heading non-current liabilities. നമുക്കറിയാം, പുതിയ ഫോർമാറ്റിൽ ബാലൻസ് ഷീറ്റ് റൈറ്റ് ചെയ്തു പോകുന്നത് അതിൻ്റെ അസറ്റ്സ് ദെൻ ലാബിലിറ്റീസ് എന്ന് പറയുന്ന ഹെഡ് അല്ലെങ്കിൽ പ്രത്യേകം സെപ്പറേറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടാണ് നമ്മൾ വർക്കൗട്ട് ചെയ്ത് പോകുന്നത്. അപ്പോൾ അങ്ങനെ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് ക്യാപിറ്റൽ അല്ലെങ്കിൽ ലാബിലിറ്റീസ് എന്ന് പറയുന്ന ഹെഡിന് താഴെ വരുന്ന ഒരു ഇവന്റ് ആണ് ലോങ് ടേം ലാബിലിറ്റീസ് എന്ന് പറയുന്നത്. അതുപോലെ ഷോർട്ട് ടേം ലാബിലിറ്റീസും ഉണ്ടായിരിക്കും. അപ്പോൾ ദ ലോൺ ഈസ് ഷോൺ അണ്ടർ ദ ഹെഡിങ് നോൺ കറണ്ട് ലാബിലിറ്റീസ്. ഇപ്പോൾ നോൺ കറണ്ട് ലാബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ ലോങ് ടേം ബോറോയിങ്സ് അല്ലെങ്കിൽ ലോങ് ടേം ലാബിലിറ്റി ആണ് ബാങ്കിൽ നിന്നും ലോൺ എടുക്കുക എന്ന് പറഞ്ഞാൽ. ദെൻ ഇൻ സച്ച് ഹെഡിങ് ലോങ് ടേം ബോറോയിങ്സ് ഇൻ ദ ബാലൻസ് ഷീറ്റ്. അപ്പോൾ ബാലൻസ് ഷീറ്റിനകത്ത് ലോങ് ടേം ബോറോയിങ്സ് എന്നതിൻ്റെ ഹെഡിൽ അണ്ടർലായിട്ടാണ് നമ്മൾ ലോൺ ടേക്ക് ചെയ്തിട്ടുള്ളത് നോൺ കറണ്ട് ലാബിലിറ്റീസ് എന്ന് പറഞ്ഞുകൊണ്ട് റൈറ്റ് ചെയ്തു പോകുന്നു. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് മെത്തേഡിൽ സാധാരണ നോ എൻട്രി എന്ത് ചെയ്യുന്നില്ല, എൻട്രി റൈറ്റ് ചെയ്ത് പോകുന്നില്ല. പക്ഷെ ബാലൻസ് ഷീറ്റിനകത്ത് അത് ട്രീറ്റ് ചെയ്ത് പോകുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ലോങ് ടേം ബോറോയിങ്സ്
അല്ലെങ്കിൽ നോൺ കറണ്ട് ലാബിലിറ്റീസ് എന്ന് പറയുന്ന ഹെഡില് ലോങ് ടേം ബോറോയിങ്സിൽ നമ്മൾ ലോൺസ് ആൻഡ് അഡ്വാൻസസ് എന്ന് പറയുന്ന ഹെഡിലാണ് ഈ ഒരു ഇവന്റ് മാത്രം ട്രീറ്റ് ചെയ്ത് പോകും. അതായത് ആ ലോൺ എടുത്തിട്ടുള്ള ഇവന്റ് മാത്രം ബാലൻസ് ഷീറ്റിൽ ട്രീറ്റ് ചെയ്ത് പോവുകയാണ് ചെയ്യാറുള്ളത്. ഇറ്റ്സ് ഓൺലി ക്രിയേറ്റ്സ് എ കണ്ടിൻജന്റ് ലാബിലിറ്റി. ഇവിടെ എൻട്രി എഴുതാതെ പോവുകയാണെങ്കിൽ ആ ഒരു ലാബിലിറ്റിയെ നമ്മൾ കണ്ടിൻജന്റ് ലാബിലിറ്റി ആയിട്ടാണ് ട്രീറ്റ് ചെയ്ത് പോവുക. കണ്ടിൻജന്റ് ലാബിലിറ്റി, കണ്ടിൻജന്റ് ലാബിലിറ്റി. ഓക്കെ, ഫസ്റ്റ് മെത്തേഡ് ഫോളോ ചെയ്യുകയാണെങ്കിൽ ദെൻ ഇതിന് സ്വാഭാവികമായിട്ടും സെക്കൻഡ് മെത്തേഡാണ് നമ്മൾ ഫോളോ ചെയ്യുന്നതെങ്കിൽ, അതായത് സെക്കൻഡ് ഓപ്ഷൻ ആണ് ഈ ഒരു രീതിക്ക് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ, ദ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് ഈസ് റെക്കോർഡഡ് ഇൻ ദ ബുക്സ്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? റെക്കോർഡഡ് ഇൻ ദ ബുക്സ്. ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് റെക്കോർഡഡ് ഇൻ ദി ബുക്സ്. ഇവിടെ എന്ത് ചെയ്യുന്നില്ല? എൻട്രീസ് ഒന്നും റൈറ്റ് ചെയ്യുന്നില്ല. പക്ഷെ സെക്കൻഡ് മെത്തേഡില് എൻട്രി റൈറ്റ് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് എൻട്രി റൈറ്റ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ, ഡിബഞ്ചർ സസ്പെൻസ് അക്കൗണ്ട് ഡെറ്റർ, ഡിബഞ്ചർ സസ്പെൻസ് അക്കൗണ്ട് ഡെറ്റർ ടു ഡിബഞ്ചർ അക്കൗണ്ട്. ഡിബഞ്ചർ സസ്പെൻസ് അക്കൗണ്ട് ഡെറ്റർ ടു ഡിബഞ്ചർ അക്കൗണ്ട് എന്ന എൻട്രിയാണ് റൈറ്റ് ചെയ്ത് പോവുക. അപ്പോൾ ഫസ്റ്റ് മെത്തേഡ് ഫോളോ ചെയ്യുമ്പോൾ എൻട്രി റൈറ്റ് ചെയ്യുന്നില്ല. സെക്കൻഡ് വണ്ണാണ് ചൂസ് ചെയ്തതെങ്കിൽ എൻട്രി റൈറ്റ് ചെയ്യുന്നു. എഴുതുന്ന എൻട്രി ഡിബഞ്ചർ സസ്പെൻസ് അക്കൗണ്ട് ഡെറ്റർ ടു ഡിബഞ്ചർ അക്കൗണ്ട്. ഓക്കെ, ഇത് എങ്ങനെയാണ് ബാലൻസ് ഷീറ്റിൽ ട്രീറ്റ് ചെയ്ത് പോവുക എന്നുള്ളത്. അപ്പോൾ ഫസ്റ്റ് മെത്തേഡ് ആണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ നമ്മൾ പറഞ്ഞു എന്താണ്, ലോങ് ടേം ലാബിലിറ്റീസില് അഥവാ നോൺ കറണ്ട് ലാബിലിറ്റീസിൽ ലോങ് ടേം ബോറോയിങ്സ് എന്ന് പറഞ്ഞുകൊണ്ട് കണ്ടിൻജന്റ് ലാബിലിറ്റി എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, അത് റൈറ്റ് ചെയ്ത് പോവുക. അതായത് ആ കണ്ടിൻജന്റ് ലാബിലിറ്റി ആയിട്ട് ട്രീറ്റ് ചെയ്തുകൊണ്ട് പിന്നെ എന്ത് ചെയ്യണ്ട, അത് പ്രത്യേകമായിട്ട് എഴുതുന്നില്ല. അപ്പോൾ നമ്മൾ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടുള്ള ഇവന്റ് മാത്രമാണ് റൈറ്റ് ചെയ്ത് പോകുന്നത്. ലോൺ ഫ്രം ബാങ്ക് എന്നുള്ളത് ലോങ് ടേം ബോറോയിങ്സ് എന്ന് പറഞ്ഞു കിടക്കുന്നു. അപ്പൊ ഈ പറയുന്ന കണ്ടിൻജന്റ് ലാബിലിറ്റിക്ക് ഒരു എൻട്രിയും എന്ത് ചെയ്യുന്നില്ല, റൈറ്റ് ചെയ്യുന്നില്ല. നോ എൻട്രി. ഓക്കെ, ഒരു എൻട്രി റൈറ്റ് ചെയ്യുന്നില്ല. പക്ഷെ ബാലൻസ് ഷീറ്റിൽ നമ്മൾ ബാങ്കിൽ നിന്ന് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ ലോങ് ടേം ബോറോയിങ്സിൽ ലോൺ ഫ്രം ബാങ്ക്സ് എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യണം, ട്രീറ്റ് ചെയ്ത് പോകണം. അത്രയും ചെയ്യേണ്ടതുള്ളൂ. പക്ഷെ സെക്കൻഡ് മെത്തേഡ് ഫോളോ ചെയ്യുമ്പോൾ ഈ എൻട്രി റൈറ്റ് ചെയ്യുന്നു ഡിബഞ്ചർ സസ്പെൻസ് അക്കൗണ്ട് ഡെറ്റർ ടു ഡിബഞ്ചർ അക്കൗണ്ട്. അപ്പൊ ഇങ്ങനെ ഡിബഞ്ചർ സസ്പെൻസ് അക്കൗണ്ടും ഡിബഞ്ചർ അക്കൗണ്ടും ഓപ്പൺ ചെയ്യുന്നുണ്ടെങ്കിൽ അത് എവിടെയാണ് ബാലൻസ് ഷീറ്റിൽ ട്രീറ്റ് ചെയ്ത് പോവുക. അപ്പൊ ബാലൻസ് ഷീറ്റിൽ ട്രീറ്റ് ചെയ്ത് പോകുമ്പോൾ നമ്മൾ സാധാരണഗതിയിൽ ഫോളോ ചെയ്യുന്നത്, അപ്പൊ നമുക്കറിയാം ഫിക്സഡ് അസറ്റ് അഥവാ നോൺ കറണ്ട് അസറ്റ്സ്, ദെൻ കറണ്ട് അസറ്റ്സ്, ഇക്വിറ്റി ആൻഡ് ലാബിലിറ്റീസ്. അപ്പൊ ആ ഇക്വിറ്റി ആൻഡ് ലാബിലിറ്റീസ് എന്ന് പറയുന്ന നോൺ കറണ്ട് ലാബിലിറ്റീസിലാണ് ഈ പറയുന്ന ഇവന്റ് നമ്മൾ എന്ത് ചെയ്യുക, റൈറ്റ് ചെയ്ത് പോവുക. അപ്പൊ അത് റൈറ്റ് ചെയ്യുന്ന സമയത്ത് ഡിബഞ്ചർ സസ്പെൻസ് അക്കൗണ്ട് നോൺ കറണ്ട് അസറ്റിൽ ട്രീറ്റ് ചെയ്തു പോകുന്നു. ഡിബഞ്ചർ സസ്പെൻസ് അക്കൗണ്ട് നോൺ കറണ്ട് അസറ്റ്സിൽ ട്രീറ്റ് ചെയ്യുന്നു. അപ്പൊ അത് അസറ്റ് സൈഡിൽ അങ്ങനെ ഒരു ഇവന്റ് എഴുതി കഴിഞ്ഞാൽ അസറ്റ് സൈഡിന്റെ വോളിയം കൂടും. അപ്പൊ സ്വാഭാവികമായും ഇതിന് ഈക്വൽ ആയിട്ട് ലാബിലിറ്റി സൈഡിലും വരണം. അപ്പൊ നമ്മൾ എവിടെ റെക്കോർഡ് ചെയ്യും, ഇക്വിറ്റി ആൻഡ് ലാബിലിറ്റീസ് എന്ന് പറയുന്ന ഹെഡില് ബോറോയിങ്സ്, ദാറ്റ് മീൻസ് ലോങ് ടേം ലാബിലിറ്റീസ് എന്ന് പറയുന്ന ഹെഡില് എത്ര പെർസെന്റേജ് ഡിബഞ്ചേഴ്സ് ആണോ, അപ്പൊ ആ ഡിബഞ്ചർ അക്കൗണ്ടും റൈറ്റ് ചെയ്തു പോകണം. അതുപോലെ ലോൺ ഫ്രം ബാങ്കും ട്രീറ്റ് ചെയ്തു പോകും. ഓക്കെ, അപ്പൊ ഇവിടെ ലോങ് ടേം ബോറോയിങ്സ് അതായത് ഇക്വിറ്റി ആൻഡ് ലാബിലിറ്റി എന്ന് പറയുന്ന സെക്കൻഡ് പാർട്ടില് ലോങ് ടേം ബോറോയിങ്സിൽ നോട്ട്സ് ടു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന സമയം ബോറോയിങ്സ് എന്ന് പറയുന്ന ഹെഡില് നമ്മൾ ഡിബഞ്ചർ എഴുതി കാണിക്കുന്നു. അതുപോലെ ലോൺ ഫ്രം ബാങ്ക്. അപ്പൊ ഇവിടെ ഡിബഞ്ചർ സസ്പെൻസ് അക്കൗണ്ട് അസറ്റ് സൈഡിൽ എഴുതിയതിന് ഈക്വൽ ആയി ഇവിടെ ഡിബഞ്ചർ അക്കൗണ്ടും ട്രീറ്റ് ചെയ്തു പോകുന്നു. ഓക്കെ, അപ്പൊ അതല്ലാത്ത കേസിലാണെന്നുണ്ടെങ്കിൽ എങ്ങനെ അത് വർക്ക്ഔട്ട് ചെയ്ത് പോവാ? അല്ലാത്ത കേസിലാകുമ്പോൾ ലോൺ ഫ്രം ബാങ്ക്. ഓക്കെ, ആ എമൗണ്ട് എന്തായാലും എഴുതണം. അത് നോ എൻട്രി ആയിരുന്നാലും
എൻട്രി റൈറ്റ് ചെയ്യുകയാണെങ്കിലും ബാങ്കിൽ നിന്ന് ലോൺ എടുത്തത് ഇവിടെ കാണിച്ചിരിക്കണം. ലോങ് ടേം ബോറോയിങ്സിൽ ലോൺ ഫ്രം ബാങ്ക് എന്നുള്ളത് റൈറ്റ് ചെയ്യും. ഇവിടെ അസറ്റ് സൈഡിൽ എങ്ങനെ അപ്പോൾ ഈക്വൽ ആവും? ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലൻസ് എന്ന് പറയുന്ന എമൗണ്ടിൽ അത്രയും ക്യാഷ് എമൗണ്ട് അവിടെ വന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു എമൗണ്ട് ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലൻസ് എന്ന് പറഞ്ഞ ഹെഡിൽ ക്യാഷ് അറ്റ് ബാങ്ക് എന്ന് പറയുന്നിടത്ത് റൈറ്റ് ചെയ്യുന്നു. ദെൻ ലോൺ ഫ്രം ബാങ്കിന് ഈക്വൽ ആയിട്ട്. ഓക്കെ, ദെൻ ഡിബഞ്ചർ സസ്പെൻസ് അക്കൗണ്ട് ഈ ഒരു എൻട്രി എഴുതിയിട്ടുണ്ടെങ്കിൽ അഡീഷണലി എന്ത് ചെയ്യുന്നു? ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലൻസ് എന്ന് പറയുന്നതിന്റെ കൂടെ നോൺ കറണ്ട് അസറ്റ്സ്, ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലൻസ് എന്താ? കറണ്ട് അസറ്റ് ആണ്. അപ്പൊ നോൺ കറണ്ട് അസറ്റിൽ എമൗണ്ട് സപ്പോസ് ഒരു 1 lakh rupees ആണെന്ന് അസ്യൂം ചെയ്യാം. ഒരു 1 lakh rupees. അപ്പൊ ആ 1 lakh rupees എവിടെയും വരണം? ഈ ഡിബഞ്ചർ അക്കൗണ്ടിൽ വരണം. സോ ഡിബഞ്ചർ അക്കൗണ്ട് ലോങ് ടേം ബോറോയിങ്സിന് 1 lakh കാണിക്കുന്നു. ഇപ്പൊ ലോൺ ഫ്രം ബാങ്ക് 2 lakh ആണെങ്കിൽ 2 lakh റൈറ്റ് ചെയ്യുന്നു. അതുപോലെ ഇവിടെ എന്തുണ്ടാവും? ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലൻസ്, ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലൻസ് എന്ന് പറയുന്ന ക്യാഷ് അറ്റ് ബാങ്ക്, ക്യാഷ് അറ്റ് ബാങ്ക് 2 lakh. അപ്പൊ എന്തായി? അസറ്റ് സൈഡ് 3 lakh ആയി, ലയബിലിറ്റി സൈഡും 3 lakh ആയി. ഓക്കെ, ഇങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുക. അപ്പൊ എൻട്രി എഴുതേണ്ടത് ഡിബഞ്ചർ സസ്പെൻസ് അക്കൗണ്ട് ഡെറ്റർ ടു ഡിബഞ്ചർ അക്കൗണ്ട്. ബാലൻസ് ഷീറ്റിൽ എങ്ങനെ ട്രീറ്റ് ചെയ്തു പോകുന്നു എന്ന് ചോദിച്ചാൽ ഡിബഞ്ചർ സസ്പെൻസ് അക്കൗണ്ട് നോൺ കറണ്ട് അസറ്റ്സിൽ, അസറ്റ് സൈഡിലെ നോൺ കറണ്ട് അസറ്റ്സിലും ഡിബഞ്ചർ എന്നുള്ളത് ലോങ് ടേം ബോറോയിങ്സ്, ദാറ്റ് മീൻസ് ലോൺ ഫ്രം ബാങ്ക്സിന്റെ കൂടെ ഡിബഞ്ചർ എന്ന് പറഞ്ഞുകൊണ്ട് ട്രീറ്റ് ചെയ്ത് പോവുകയാണ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് സാധാരണ കേസിൽ ഈ ഒരു ട്രീറ്റ്മെന്റ് ചെയ്തു പോകാറുള്ളത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് ആസ് കൊളാറ്ററൽ സെക്യൂരിറ്റി അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് 2 തരത്തിലാണ് ഫോളോ ചെയ്യുന്നത്. ഒന്നിൽ എൻട്രി ഒന്നും റൈറ്റ് ചെയ്യാറില്ല, രണ്ടാമത്തതിനകത്ത് എൻട്രി റൈറ്റ് ചെയ്യുന്നു. അപ്പോൾ ആസ് എ സ്റ്റുഡൻറ് എന്ന രീതിയിൽ നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത് ഈ ഒരു മെത്തേഡാണ്, നോ എൻട്രി എന്ന് പറയുന്ന മെത്തേഡാണ്. പക്ഷെ അപ്പോൾ ഈ നോ എൻട്രി എന്ന് പറയുന്ന മെത്തേഡ് ഫോളോ ചെയ്യുമ്പോൾ ഇതിനെ ട്രീറ്റ് ചെയ്യേണ്ടത് ആസ് എ കണ്ടിൻജന്റ് ലയബിലിറ്റി, അതിനെ കണ്ടിൻജന്റ് ലയബിലിറ്റി ആയിട്ടാണ് ട്രീറ്റ് ചെയ്ത് പോവുക. നമ്മൾ എഴുതുമ്പോൾ ലോൺ ഫ്രം ബാങ്ക് എമൗണ്ട് കാണിക്കണം, ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലൻസ് എമൗണ്ട് ഉണ്ടായിരിക്കും. ബാങ്കിൽ നിന്ന് എന്തായാലും ലോൺ എടുക്കണമല്ലോ, ലോൺ എടുത്തെങ്കിൽ മാത്രമല്ലേ ഇവിടെ സെക്യൂരിറ്റി കൊടുക്കേണ്ടേ ഉള്ളൂ. അഡീഷണൽ സെക്യൂരിറ്റി ഒക്കെ കൊടുക്കേണ്ട ആവശ്യകത ബാങ്കിൽ നിന്ന് ലോൺ എടുത്തെങ്കിലേ ഉള്ളൂ. അപ്പോൾ ബാങ്ക് ഫ്രം ലോൺ എന്ത് കാണിക്കണം? ലയബിലിറ്റി സൈഡിൽ കാണിക്കണം. ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലൻസ് എന്ന് പറയുന്ന എമൗണ്ട് അസറ്റ് സൈഡിലും കാണിക്കുന്നു. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യും? ടാലി ചെയ്ത് പോകും. ഇവിടെ വരുമ്പോൾ ആ പറയുന്ന ഇവന്റ് അതുപോലെ എഴുതണം, ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലൻസ് എഴുതണം. അതുപോലെ എന്ത് ചെയ്യണം? ലോൺ ഫ്രം ബാങ്കും കാണിക്കണം. അഡീഷണൽ ഡിബഞ്ചർ സസ്പെൻസ് അക്കൗണ്ട് നോൺ കറണ്ട് അസറ്റിലും ദെൻ ഡിബഞ്ചർ ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റി എന്ന് പറയുന്നതിന്റെ ഹെഡിന് ഡിബഞ്ചർ എന്ന് പറഞ്ഞുകൊണ്ടും കാണിക്കുന്നു. ഓക്കെ, ക്ലിയർ അല്ലേ? ഇതിനകത്ത് കൂടുതൽ പ്രോബ്ലം ഒന്നും വർക്കൗട്ട് ചെയ്യാറില്ല. ഈ ഒരു മെത്തേഡ് അല്ലെങ്കിൽ ആ ഒരു പ്രാക്ടിക്കൽ തിങ്സ് എങ്ങനെയാ വരുന്നത് എന്നുള്ളത് നിങ്ങളൊന്ന് റിമെമ്പർ ചെയ്ത് വെച്ചാൽ മതി. ഓക്കെ, ഇസ് ഇറ്റ് ക്ലിയർ? നെക്സ്റ്റ് ടോപ്പിക്, ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ്. ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ്. ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ്. നമുക്കറിയാം ഡിബഞ്ചർ ഹോൾഡേഴ്സിന് ഇൻട്രസ്റ്റ് കിട്ടാൻ റൈറ്റ് ഉണ്ട്, ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് കിട്ടാൻ റൈറ്റ് ഉണ്ട്. സോ debentures constitute loan or borrowed capital. Therefore, a company is required to pay a fixed rate of interest on debenture holders that are called coupon rate. Interest may be paid annually or half yearly. Generally, interest on debenture is paid half yearly, either on 31st March and 13th September or on 13th June and 31st December. Interest payable on debenture is a charge against profit. That means the company must pay a fixed rate of interest when there is a profit or not. The company is also required to deduct income tax at the prescribed rate before paying interest to debenture holders. The amount of tax so deducted has to deposited with the government. The present income tax rate is 10% for listed debentures and 20% for unlisted debentures. The gross amount of interest is transferred to
profit and loss account and the tax deducted at sources. Then it is created or it is treated as current liabilities. Interest on debentures is always calculated on the face value and not on the issue price. Then കമ്പനിയിൽ നിന്ന് ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്നു. സ്വാഭാവികമായും ഡിബഞ്ചർ ഹോൾഡേഴ്സിന് ഇൻട്രസ്റ്റ് കൊടുത്തിരിക്കണം. അപ്പോൾ ഇൻട്രസ്റ്റ് കൊടുക്കുന്നത് ആനുവലി അല്ലെങ്കിൽ ഹാഫ് ഇയർലി, ഇങ്ങനെ രണ്ട് ഓപ്ഷനാണുള്ളത്. ഒന്നെങ്കിൽ ഒരു ഇയർ കംപ്ലീറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്ത് കൊടുക്കാം, അതല്ലെങ്കിൽ ആ ഫസ്റ്റ് 6 മന്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് 6 മന്ത് കഴിയുമ്പോഴും ട്രീറ്റ് ചെയ്ത് കൊടുക്കാറുണ്ട്. സാധാരണഗതിയിൽ ഹാഫ് ഇയർലിയിലാണ് ഇൻട്രസ്റ്റ് പേയ്മെന്റ് കൊടുത്തു തീർക്കാറുള്ളത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഇൻട്രസ്റ്റ് കൊടുക്കുന്നത് കൊണ്ട് ടാക്സ് റിഡക്ഷൻ കിട്ടാനുള്ള ഒരു ഓപ്ഷനും കൂടിയുണ്ട് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ഇൻകം ടാക്സ് പേയ്മെന്റും കൂടി എന്ത് ചെയ്യേണ്ടി വരും, കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ആ ഇൻകം ടാക്സ് പേയ്മെന്റ്, ദെൻ ടാക്സ് പേയ്മെന്റ്, ഇൻകം ടാക്സ് പേയ്മെന്റും ഇൻട്രസ്റ്റ് പേയ്മെന്റും. ദെൻ നമ്മൾ പറഞ്ഞു ഈ ഒരു ഇൻട്രസ്റ്റ് പേയ്മെന്റ് നടത്തേണ്ടത് ഹാഫ് ഇയർലി ആണ്. അപ്പൊ അത് ഓരോ കമ്പനി ഫോളോ ചെയ്യുന്ന കലണ്ടർ ഇയർ ആയിരിക്കാം. ചില ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യുമ്പോൾ അങ്ങനെ പറയുന്നുണ്ടാവും, കലണ്ടർ ഇയർ ആണ് ഫോളോ ചെയ്യുന്നത്, ദെൻ ഫിനാൻഷ്യൽ ഇയർ ആണ് ഫോളോ ചെയ്യുന്നത് എന്നൊക്കെ പറയും. എന്ന് പറഞ്ഞാൽ മാർച്ചിൽ ഇൻട്രസ്റ്റ് കൊടുത്താൽ പിന്നെ സെപ്റ്റംബറിലാണ് കൊടുക്കേണ്ടത്. മാർച്ച് 3rd മന്ത് ആണ്, ദെൻ 3rd + 6 9, അപ്പോൾ സെപ്റ്റംബറിൽ കൊടുക്കേണ്ടി വരും. അതല്ലെങ്കിൽ ജൂണിലും ഡിസംബറിലുമാണ് ട്രീറ്റ് ചെയ്ത് പോകാറുള്ളത് ഇൻട്രസ്റ്റ് പേയ്മെന്റ് കൊടുക്കുന്നത്. ടാക്സ് പേയ്മെന്റ് 10% ആണ് ലിസ്റ്റഡ് ഡിബഞ്ചറിന് ചാർജ് ചെയ്യുന്നത്, 20% ആണ് അൺലിസ്റ്റഡ് ഡിബഞ്ചേഴ്സിന് ചാർജ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ആ ടാക്സ് പേയ്മെന്റ് എന്ത് ചെയ്യണം, ഗവൺമെന്റിലേക്ക് അടച്ചു കൊടുക്കണം. അത്രയും എമൗണ്ട് എത്രയാണുള്ളത് വെച്ചാൽ ഇയർ എൻഡ് ആകുമ്പോൾ ടാക്സ് പേയ്മെന്റ് ഇയർ ബേസിലാണ് ട്രീറ്റ് ചെയ്യുക. ഇൻട്രസ്റ്റ് പേയ്മെന്റ് നടക്കുന്നത് ഹാഫ് ഇയർലി ആണ്. ഓക്കെ, അപ്പോൾ ഈ കൊടുത്തിട്ടുള്ള ഇൻട്രസ്റ്റ് എമൗണ്ട് ഡയറക്ട്ലി എഫക്ട് ചെയ്യുന്നത് കമ്പനിയുടെ പ്രോഫിറ്റിനെയാണ്. അപ്പോൾ കമ്പനി പ്രോഫിറ്റ് ഉണ്ടാക്കിയാലും ലോസ് ഉണ്ടായിരുന്നാലും ഡിബഞ്ചർ ഹോൾഡേഴ്സിന് എന്ത് കൊടുക്കണം, ഇൻട്രസ്റ്റ് പേയ്മെന്റ് കൊടുത്തേ പറ്റും. ഇത് ഇത്തരത്തിൽ കൊടുക്കുന്ന ഈ ഒരു ഇവന്റ് കറണ്ട് ലയബിലിറ്റി ആയിട്ടാണ് ട്രീറ്റ് ചെയ്തു പോകുന്നത്. ദെൻ ഇത് റെക്കോർഡ് ചെയ്യുന്നതിന് ജേണൽ എൻട്രീസ് ഉണ്ട്. നമുക്ക് ചെക്ക് ചെയ്യാം എന്ത് ജേണൽ എൻട്രി ആണ് ഈ ഡിബഞ്ചറിന്റെ മേലെ ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യുമ്പോൾ ഏത് തരത്തിലുള്ള ജേണൽ എൻട്രീസ് ആണ് റൈറ്റ് ചെയ്യേണ്ടത്, എന്തിനാണ് ഈ ജേണൽ എൻട്രി റൈറ്റ് ചെയ്യുന്നത് എന്നുള്ളതും കൂടി ചെക്ക് ചെയ്യാം. ദ ഫോളോയിങ് എൻട്രീസ് ആർ റിക്വയർഡ് ടു ബി പാസ്ഡ്. അപ്പോൾ ഇത്രയും എൻട്രീസ് റൈറ്റ് ചെയ്ത് പോകണം. അപ്പോൾ എന്തെല്ലാം എൻട്രീസ് ആണ് നമ്മൾ റൈറ്റ് ചെയ്യുന്നത് എന്നുള്ളത് ചെക്ക് ചെയ്യാം. ഓക്കെ, വെൻ ദ ഇൻട്രസ്റ്റ് ഈസ് ഡ്യൂ, ഇൻട്രസ്റ്റ് ഡ്യൂ ആവുമ്പോൾ ജേണൽ എൻട്രി റൈറ്റ് ചെയ്യുന്നു. വെൻ ദി ഇൻട്രസ്റ്റ് ഡ്യൂ, ഇൻട്രസ്റ്റ് എമൗണ്ട് ഡ്യൂ ആവും. നമ്മൾ പറഞ്ഞു 6 മാസം കൂടുമ്പോഴാണ് ഇൻട്രസ്റ്റ് എമൗണ്ട് എന്ത് ചെയ്യാം, ഡ്യൂ ആവുന്നതായിട്ട് കാണിക്കുന്നത്. അപ്പൊ ആ ഇൻട്രസ്റ്റ് എമൗണ്ട് ഡ്യൂ ആവുന്നു, അതുപോലെ അതിന്റെ ഇൻട്രസ്റ്റ് പേയ്മെന്റും നടത്തി പോകുന്നു. അപ്പൊ ഇൻട്രസ്റ്റ് എമൗണ്ട് ഡ്യൂ ആവുമ്പോൾ എന്താണ് ജേണൽ എൻട്രി ഉണ്ടാവുക എന്നുള്ളത് ചെക്ക് ചെയ്യാം. ദെൻ ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചർ അക്കൗണ്ട് ഡെറ്റർ ടു ഡിബഞ്ചർ ഹോൾഡർ ടു ഇൻകം ടാക്സ് പേയബിൾ. എന്താണ് എൻട്രി? Interest on debenture account debtor to debenture holder to debenture holder to income tax payable to income tax payable debenture holders. Okay, interest on debenture account debtor, debit all expenses and losses, credit all incomes or gains എന്നാണ് പറയാ. അപ്പോൾ ഇവിടെ ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചർ എന്ന് പറയുന്നത് ഡിബഞ്ചറിന്റെ മേലെ ഇൻട്രസ്റ്റ് കൊടുക്കുകയാണ്. അപ്പോൾ എന്താണ്, എക്സ്പെൻസ് ആണ്. അതുകൊണ്ട് ആ എക്സ്പെൻസിനെ ഡെബിറ്റ് ചെയ്തു. ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ്, ഡെബിറ്റ് ദ റിസീവർ ആൻഡ് ക്രെഡിറ്റ് ദ ഗിവർ. ഓക്കെ, അപ്പോൾ ഡിബഞ്ചർ ഹോൾഡേഴ്സിനാണ് ഈ ഫണ്ട് എന്ത് ചെയ്യാനുള്ളത്, കൊടുക്കാനുള്ളത്. അതുപോലെ എന്ത് ചെയ്യണം, ടാക്സ് പേയബിൾ, ദാറ്റ് ഈസ് ദ ഗവൺമെന്റ് അതോറിറ്റി. ക്ലിയർ? അപ്പോൾ
ഡിബഞ്ചർ ഹോൾഡേഴ്സിനും അതുപോലെ ഇൻകം ടാക്സ് പേയബിളിനും അതായത് ഗവൺമെന്റിനും എന്ത് ചെയ്യണം, ഇതിന് ആനുപാതികമായിട്ടുള്ള പേയ്മെന്റ് കൊടുത്തിരിക്കണം. അത് എന്ത് ചെയ്തു, ഡെബിറ്റ് ചെയ്തു. ഇത് എന്ത് ചെയ്തു, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനെ എഫക്ട് ചെയ്യും. ദാറ്റ് മീൻസ് സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ടു ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചർ അക്കൗണ്ട്. അപ്പൊ നമ്മളിവിടെ എന്ത് ചെയ്തു, ഡെബിറ്റ് ചെയ്തു വെക്കും. ഇത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനെ എങ്ങനെ എഫക്ട് ചെയ്യുന്നു എന്നുള്ളതിന്റെ എൻട്രി എന്താന്ന് ചോദിച്ചാൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് അക്കൗണ്ട് ഡെറ്റർ ടു ഈ പറയുന്ന ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചർ അക്കൗണ്ട്. ഓക്കെ, അപ്പൊ നമ്മളെ ഇൻട്രസ്റ്റ് എമൗണ്ട് ഡ്യൂ ആകുമ്പോഴുള്ള ജേണൽ എൻട്രി എഴുതി. ഈ എമൗണ്ട് എന്ത് ചെയ്യാണ്, സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡയറക്റ്റ്ലി എഫക്ട് ചെയ്യും. അതുകൊണ്ട് എന്ത് ചെയ്തു, അത് ഇവിടെ ട്രീറ്റ് ചെയ്തു പോയി. സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അറ്റൻഡ് ടു ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചർ അക്കൗണ്ട്. ഓക്കെ, ഇനി എന്ത് ചെയ്യണം, 6ാമത്തെ മാസം വരുമ്പോൾ ഈ ഇൻട്രസ്റ്റ് എമൗണ്ട് അവർക്ക് കൊടുക്കണം. ആർക്ക്, ഡിബഞ്ചർ ഹോൾഡേഴ്സിന് ഇൻട്രസ്റ്റ് കൊടുക്കണം. അപ്പൊ ഇവിടെ എന്ത് കൊടുക്കുന്നു, ഡിബഞ്ചർ ഹോൾഡേഴ്സിന് ഇൻട്രസ്റ്റ് കൊടുക്കുന്നു. ഡിബഞ്ചർ ഹോൾഡേഴ്സ് അതെന്ത് ചെയ്യാണ്, ആക്സെപ്റ്റ് ചെയ്യാണ്. സോ വെൻ ഇൻട്രസ്റ്റ് പെയ്ഡ്, സെക്കൻഡ് വൺ ആണ്, വെൻ ഇൻട്രസ്റ്റ് പെയ്ഡ്. പേഴ്സണൽ അക്കൗണ്ടിന്റെ റൂൾ എന്താ, ഡെബിറ്റ് ദ റിസീവർ. ആരാണ് ഇവിടെ റിസീവ് ചെയ്യുക, ഇൻട്രസ്റ്റ് പേ ചെയ്യുമ്പോൾ ഡിബഞ്ചർ ഹോൾഡേഴ്സ്. സോ ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെറ്റർ. ഡെബിറ്റ് വാട്ട് കംസ് ഇൻ ആൻഡ് ക്രെഡിറ്റ് വാസ് ഗോസ് ഔട്ട്. എന്താണ് ഇവിടുന്ന് പുറത്തേക്ക് പോകുന്നത്, ക്യാഷ് ആണ്. ഇവിടെ എന്ത് ചെയ്യുന്നു, ടു ബാങ്ക്. ബാങ്കിലൂടെയാണ് പേയ്മെന്റ് ഒക്കെ നടത്തുക, അതുകൊണ്ടാണ് ടു ബാങ്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇൻട്രസ്റ്റ് എമൗണ്ട് ഡ്യൂ ആവുന്ന ജേണൽ എൻട്രി നമ്മൾ റൈറ്റ് ചെയ്തു. എന്താ ഇൻട്രസ്റ്റ് എമൗണ്ട് ഡ്യൂ ആവുമ്പോൾ ജേണൽ എൻട്രി ഉണ്ടാവുക, ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചർ അക്കൗണ്ട് ഡെറ്റർ ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ് ടു ഇൻകം ടാക്സ് പേയബിൾ. ഓക്കെ, ആ എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഡിബഞ്ചർ ഹോൾഡേഴ്സിന് കൊടുക്കുന്നു. വെൻ ഇൻട്രസ്റ്റ് പെയ്ഡ് ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ്. ഓക്കെ, അപ്പൊ ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക്. ഡിബഞ്ചർ ഹോൾഡേഴ്സിന് ആ ക്യാഷ് കിട്ടുന്നു, ബാങ്കിൽ നിന്ന് ക്യാഷ് പോവുകയും ചെയ്യുന്നു. ഓക്കെ, അപ്പൊ 3 ജേണൽ എൻട്രി നമ്മൾ പഠിച്ചു. അതായത് സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് മാറ്റി ഇൻട്രസ്റ്റ് എമൗണ്ട് ഡ്യൂ ആയി, ഷെയർ ഹോൾഡർ ഡിബഞ്ചർ ഹോൾഡേഴ്സിന് ഇൻട്രസ്റ്റ് എമൗണ്ട് കൊടുത്തു. ഇനി ഫോർത്ത് എൻട്രി എന്തിനാ വർക്ക്ഔട്ട് ചെയ്യുന്നത്, ദെൻ ഓൺ പേയ്മെന്റ് ഓഫ് ഇൻകം ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ്. അപ്പൊ ആർക്ക് കൊടുക്കണം, ഗവൺമെന്റ് അതോറിറ്റിക്ക് അത് കൊടുത്തു തീർക്കണം. ഓക്കെ, അപ്പൊ അത് കൊടുക്കുമ്പോൾ എന്താ ഉണ്ടാവുക, ഇൻകം ടാക്സ് പേയബിൾ അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക്. ഇൻകം ടാക്സ് പേയബിൾ അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക്. ഓക്കെ, അപ്പൊ ഇതില് ഒരു എൻട്രി പഠിച്ചാൽ മതി. ഒറ്റ എൻട്രി പഠിച്ചാൽ ബാക്കി എല്ലാ എൻട്രിയും ആ ഒരൊറ്റ എൻട്രിയെ കറസ്പോണ്ടിങ് ആയിട്ട് വരുന്നതാണ്. അപ്പോൾ ഇൻ അഡീഷണൽ എന്ന് പറയുന്ന ഫാക്റ്റാണ് ഈ പറയുന്ന ഓരോ ഇവന്റും. അപ്പോൾ ഇത് ബൈഹാർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഒന്നും ബൈഹാർട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇൻട്രസ്റ്റ് എമൗണ്ട് ഡ്യൂ ആവുമ്പോൾ വാട്ട് ഈസ് ദ ജേണൽ എൻട്രി, ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചർ ആണ് ഡ്യൂ ആവുന്നത്. സോ ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചർ അക്കൗണ്ട് ഡെറ്റർ. ആർക്കാണ് അതിന്റെ ബെനിഫിറ്റ് കിട്ടാൻ പോകുന്നത്, ടു ഡിബഞ്ചർ ഹോൾഡർ ടു ഇൻകം ടാക്സ് പേയബിൾ. ഓക്കെ, അപ്പോൾ ഇൻകം ടാക്സ് പേയബിളിന് അത് കൊടുക്കുമ്പോൾ ഇൻകം ടാക്സ് പേയബിൾ അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക്. ഡിബഞ്ചർ ഹോൾഡേഴ്സിന് ഫണ്ട് കൊടുക്കുമ്പോൾ ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക്. ദെൻ ഇത് ഡയറക്റ്റ്ലി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനെ ബാധിക്കുമ്പോൾ സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെറ്റർ ടു ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചർ അക്കൗണ്ട്. ഓക്കെ, 4 എൻട്രിയുമായി. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. ഈ ക്വസ്റ്റ്യൻ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ ഈ ഒരു എൻട്രീസ് ഓർത്ത് വെക്കുക. അപ്പൊ എൻട്രീസ് ഓർത്ത് വെക്കാനുള്ള എളുപ്പ വഴി എന്താണെന്ന് ചോദിച്ചാൽ, വെൻ ദ ഇൻട്രസ്റ്റ് ഡ്യൂ, ഇത് ഡ്യൂ ആവുമ്പോൾ വാട്ട് ഈസ് ദ ജേണൽ എൻട്രി. എന്താ ഡ്യൂ ആവുമ്പോൾ ജേണൽ എൻട്രി ഉണ്ടാവുക, ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചർ അക്കൗണ്ട് ഡെറ്റർ ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ് ടു ഇൻകം ടാക്സ് പേയബിൾ. ഓക്കെ, ഇത് ഫസ്റ്റ് വൺ.
സെക്കൻഡ് വൺ എന്താ വരിക, എമൗണ്ട് ഡ്യൂ ആയി, ഈ ഡ്യൂ ആയ എമൗണ്ട് ആർക്ക് കൊടുക്കണം, ഡിബഞ്ചർ ഹോൾഡർക്ക് കൊടുക്കണം, ഇൻകം ടാക്സ് പേയബിളിന് കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഡിബഞ്ചർ ഹോൾഡേഴ്സിന് കൊടുക്കുമ്പോൾ വാട്ട് ഇസ് ദ ജേർണൽ എൻട്രി, ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ബാക്ക്. ഓക്കെ, സെക്കൻഡ് ജേർണൽ എൻട്രി കംപ്ലീറ്റ്. ദ തേർഡ് ജേർണൽ എൻട്രി എന്താ വരിക, ഇൻകം ടാക്സ് പേയബിളിന്റെ എമൗണ്ട് കൊടുക്കുന്നു. സോ ഇൻകം ടാക്സ് പേയബിൾ അക്കൗണ്ട് ഡെറ്റർ ടു ബാക്ക്. തേർഡ് എൻട്രി കംപ്ലീറ്റ് ആയി. ഫോർത്ത് എൻട്രി എന്താ വരുന്നത്, ഇത് ഡയറക്ട്ലി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനെ അഫക്ട് ചെയ്യും. സോ സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെറ്റർ ടു ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചർ അക്കൗണ്ട്. അതായത് ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചർ അക്കൗണ്ട് ക്ലോസ് ചെയ്യാണ് ഇവിടെ ചെയ്യുന്നത്. അത് ക്ലോസ് ചെയ്യുമ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ പ്രോഫിറ്റിന്റെ വോളിയം കുറയാണ് ചെയ്യുക. അതുകൊണ്ടാണ് ഇവിടെ എന്ത് ചെയ്തത്, സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെറ്റർ ടു ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചർ. അവിടുന്ന് ഫണ്ട് എടുത്തിട്ടാണല്ലോ കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത് എങ്ങനെ ഒരു പ്രോബ്ലം വർക്കൗട്ട് ചെയ്യാന്നുള്ളതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഇനി ഇതിന്റെ കൂടെ എന്തുണ്ടായിരിക്കും, കമ്പനി ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യും. അപ്പൊ ഇഷ്യൂ ചെയ്യുന്ന ജേർണൽ എൻട്രി എഴുതണം. അത് പ്രീമിയത്തിനാവാം, ഡിസ്കൗണ്ടിനാവാം, പാറിനാവാം. അതേസമയം കമ്പനി റിഡംഷൻ നടത്താറുണ്ട്. റിഡംഷൻ നടത്തുക എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഇഷ്യൂ ചെയ്യുമ്പോൾ ജേർണൽ എൻട്രി എന്താ സംഭവിക്കുക, ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഡിബഞ്ചർ അക്കൗണ്ട്. ഓക്കെ, അത് റിഡംഷൻ നടക്കുമ്പോഴോ, റിഡംഷൻ നടക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്, കമ്പനി അത് തിരിച്ചു വാങ്ങിക്കുകയാണ്. അപ്പൊ ആ പേയ്മെന്റ് കൊടുക്കും, അത് തിരിച്ചു വാങ്ങിക്കും. പ്രൊഡക്ഷൻ നടക്കുമ്പോൾ എന്താ ജേർണൽ എൻട്രി ഉണ്ടാവുക, എന്താണോ നമ്മൾ ഇഷ്യൂ ചെയ്യുമ്പോൾ എഴുതിയിട്ടുള്ളത് അതിന്റെ റിവേഴ്സ് എൻട്രി ആണ് ഉണ്ടാവുക. സോ ഡിബഞ്ചർ അക്കൗണ്ട് ഡെറ്റർ ടു ബാക്ക്, ഡിബഞ്ചർ ഇങ്ങോട്ടേക്ക് തിരിച്ചു വരുന്നു, ക്യാഷ് അവർക്ക് തിരിച്ചു കൊടുക്കുന്നു. ഓക്കെ, അതാണ് റിഡംഷനും ഇഷ്യൂ നടക്കുമ്പോഴുള്ള എൻട്രി ഉണ്ടാവുക. ഒരെണ്ണം പഠിച്ചാൽ മതി, അതിന്റെ റിവേഴ്സ് എൻട്രി ആയിരിക്കും അതിന്റെ റിഡംഷൻ നടക്കുന്നത്. ഷെയറിന്റെ കേസിലും അങ്ങനെ തന്നെയാണ്. ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ക്യാപിറ്റൽ. ഓക്കെ, അപ്പോൾ ഷെയർ ക്യാപിറ്റലിന്റെ വോളിയം അത് റിഡീം ചെയ്തു പോകുമ്പോൾ എന്താവും, ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക്. ഷെയർ ക്യാപിറ്റലിന്റെ വോളിയം കുറയും, ബാങ്കിന്റെ വോളിയം കുറയും. ഓക്കെ, അപ്പൊ അത് അങ്ങനെ ഇഷ്യൂവും റിഡംഷനും അഡീഷണൽ ഉണ്ടായിരിക്കും. അത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള കാര്യം തന്നെയാണ്, അതിവിടെ ഫോളോ ചെയ്യുന്നു. ദെൻ അഡീഷണൽ ആണ് ഈ പറയുന്ന 4 ഇവന്റ് വരുന്നത്. ഈ 4 ഇവന്റ് എന്ന് പറഞ്ഞാൽ ഇതിനെ കറസ്പോണ്ടിങ് ആയിട്ടാണ് ഇതൊക്കെ വരുന്നത്. ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചർ അക്കൗണ്ട് ഡെറ്റർ, സോ ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക്, ഇൻകം ടാക്സ് പേയബിൾ അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ക്ലോസ് ചെയ്യുന്നു. അപ്പോൾ ക്ലോസ് ചെയ്യുമ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെറ്റർ ടു ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചർ അക്കൗണ്ട്. ഓക്കെ, നമുക്കൊരു പ്രോബ്ലം വർക്കൗട്ട് ചെയ്ത് നോക്കാം.